മംഗളപൂർണമായ അഞ്ചാമത്തെ സുദിനം ധന്യമാകുന്നത് രുക്മിണി സ്വയംവരത്തിൻ്റെ ഭാഗത്തോടു കൂടിയിട്ടാണ്. മധ്യാഹ്ന സമയത്ത് രുക്മിണി സ്വയംവര പൂജകൾ നടക്കുകയുണ്ടായി. ഈ സമയം അല്പസമയം നമുക്ക് രുക്മിണി സ്വയംവരത്തിൻ്റെ ആന്തരികമായ അർത്ഥതലങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഭാഗവതത്തെ സംബന്ധിച്ചിടത്തോളം ഭാഗവതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പടിപടിയായി ഒരു ഭക്തനെ ഉദ്ധരിക്കുവാൻ ഉതകുന്ന നിലയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ രുക്മിണി എന്ന് പറയുന്നത് വിദർഭ രാജ്യത്തെ രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള വ്യക്തിയാണ്. ഒരിക്കൽ പോലും ഭഗവാനെ നേരിൽ കണ്ടിട്ടില്ലാത്ത രുക്മിണി അതുപോലെ തന്നെ തിരിച്ച് ഭഗവാൻ രുക്മിണിയെ നേരിട്ട് ദർശിച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള അനുരാഗമാണ് ഒരു സ്വയംവരത്തിലേക്ക് കലാശിക്കുന്നത്. ഇവിടെ എപ്രകാരമാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ചിത്രമെന്ന് നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, രുക്മിണിക്ക് ഒരു സഹോദരൻ കൂടിയുണ്ട്. ഇരട്ട പ്രസവിച്ചതാണ്. 4 പേരാണ് മൊത്തമുള്ളത്. അതിലൊരാൾ ഇരട്ട പ്രസവിച്ചതാണ്. ഒരേ സമയം അമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞ് ആദ്യം പുറത്തു വന്നതുകൊണ്ട് ജ്യേഷ്ഠൻ എന്ന സ്ഥാനത്തിന് അർഹനായിട്ടുള്ള രുക്മി എന്ന് പറയുന്ന വ്യക്തി കൂടി. ഇവിടെ രുക്മിണിയാകട്ടെ അതീവ ബുദ്ധിശാലിയും അതുപോലെ തന്നെ സർവഗുണ സമ്പന്നയും സർവവിധമായ ഐശ്വര്യത്തോടും സൗന്ദര്യത്തോടും കൂടിയിട്ടുള്ള വ്യക്തിയാണ്. പിതാവിന്റെ സമീപം രാജ്യസദസ്സിൽ ഇരിക്കുമ്പോൾ പല മഹാത്മാക്കളും പറഞ്ഞു ഭഗവാൻ കൃഷ്ണനെ കുറിച്ചിട്ടുള്ള വൃത്താന്തം രുക്മിണി കേൾക്കുകയുണ്ടായി. എല്ലാവരും വാതോരാതെ പറയുന്ന ആ ശ്രേഷ്ഠമായ കൃഷ്ണനെ തന്റെ മനസ്സിലേക്ക് രുക്മിണി പ്രതിഷ്ഠിക്കുകയാണ്. ഇവിടെ നേരിൽ കാണാത്ത വ്യക്തിയെ കുറിച്ചിട്ടാണ് യാത്ര ചെയ്തു വരുന്ന യാത്രികരായിട്ടുള്ള മഹാത്മാക്കൾ പറയുന്നത്. ആ ഗുണഗണങ്ങൾ, കൃഷ്ണന്റെ ഗുണഗണങ്ങൾ ഓരോന്നായി വർണ്ണിക്കപ്പെട്ട് കേൾക്കുമ്പോൾ ആ കൃഷ്ണന്റെ മഹത്വത്തിൽ മനസ്സ് ഉറച്ച രുക്മിണി തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു വരൻ ലഭ്യമാകുമ്പോൾ, സ്വന്തമായി വിവാഹത്തിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായും കൃഷ്ണൻ തന്നെ ആയിരിക്കണമെന്ന് പരിപൂർണമായി ഉറപ്പിക്കുകയാണ്. ഇവിടെ മറുഭാഗം നമ്മൾ ചിന്തിച്ചാൽ രുക്മിണിയെ ഇഷ്ടപ്പെട്ട് മനസ്സുകൊണ്ട് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കഥാപാത്രത്തെ കൂടി ഭാഗവതം നമുക്ക് കാട്ടിത്തരുന്നു. അത് മറ്റാരുമല്ല, ശിശുപാലനാണ്. ചോതി രാജാവായ ശിശുപാലൻ രുക്മിണിയുടെ അടുത്ത സുഹൃത്തും കൂടിയിട്ടാണ്. അപ്പൊ രുക്മിണിയുടെ സഹോദരനായ, രുക്മിണിയുടെ സുഹൃത്തായിട്ടുള്ള ശിശുപാലന് വളരെയധികം ആഗ്രഹമുണ്ട് രുക്മിണിയെ വിവാഹം കഴിക്കും. ഈ ആഗ്രഹമാകട്ടെ ഇദ്ദേഹം പലതവണ സഹോദരനോട് ഉണർത്തിക്കുകയും അവിടെ രുക്മിണിയിൽ നിന്നൊരു ഉറപ്പ് വാങ്ങുകയും ചെയ്തു. തൻ്റെ സഹോദരിയായ രുക്മിണിയെ തീർച്ചയായും തനിക്ക് തന്നെ വിവാഹം കഴിച്ച് നൽകുന്നുണ്ട്. വിവാഹ പ്രായവും കാര്യങ്ങളുമൊക്കെ എത്തിച്ചേർന്നു. വിവാഹ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചു. ഇത് മനസ്സിലാക്കിയ രുക്മിണിക്ക് തന്നെ ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും എന്ന് ആ അവസ്ഥയിൽ നിന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് മാറുവാൻ വേണ്ടിയിട്ട് നേരിട്ട് ഇങ്ങനെ കൃഷ്ണനെ ഇഷ്ടമാണ് എന്ന് പറയുവാനൊരു ഭയവും രുക്മിണിക്കുണ്ട്. അതിന് കാരണം രുക്മിണി എന്ന് പറയപ്പെടുന്ന സഹോദരനാകട്ടെ കൃഷ്ണനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ കൃഷ്ണവിദ്വേഷിയാണ്. കൃഷ്ണനോടൊട്ടും അടുപ്പമില്ലാത്ത ആളാണ് രുക്മിണി. കൃഷ്ണനോട് ദേഷ്യമുള്ള ആളാണ്, അമർഷമുള്ള ആളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പൊതുവിൽ സ്വഭാവത്തിൽ അത്ര നല്ല ആളല്ല രുക്മിണി. അതുകൊണ്ട് തന്നെ നല്ലവനായ കൃഷ്ണനോട് എതിർപ്പുണ്ടാവുക സ്വാഭാവികമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രുക്മിണിയുടെ സുഹൃത്തുക്കളെല്ലാം ദുഷ്ടന്മാരാണ്. കംസനും ജരാസന്ധനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്, ദന്തഭക്തൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ രുക്മിണിയുടെ സുഹൃത്തുക്കൾ.
അപ്പൊ ദുഷ്ടന്മാരോട് സൗഹൃദം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആ ദുർവാസനകൾ ഉള്ളിലുള്ളപ്പോൾ മാത്രമാണ്. ആ ദുർവാസനകളെ ഉള്ളിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ രുക്മിക്ക് തന്റെ ഈ സൗഹൃദത്തിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കാൻ സാധിച്ചില്ല. ഇനി ഇവിടെ കൃഷ്ണനോടുള്ള ശത്രുതയ്ക്ക് അല്പം തീവ്രത കൂടി കൂടിയിട്ടുണ്ട്. അതിന്റെ കാരണം കംസനെ വധിച്ചത് കൃഷ്ണ. അപ്പൊ തന്റെ സുഹൃത്തായിട്ടുള്ള കംസനെ വധിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണൻ. അങ്ങനെ ഒരു ദേഷ്യം കൂടിയുണ്ട്. രണ്ടാമത്തെ ഒരു ദേഷ്യ കാരണത്തിന് ജരാസന്ധൻ തന്നെ, മറ്റൊരു ഉത്തമ സുഹൃത്താണ് ജരാസന്ധൻ. ജരാസന്ധന്റെ മക്കളെ വിധവയാക്കിയത് കൃഷ്ണ. അതായത് കംസന്റെ ഭാര്യമാരായിരുന്നു ജരാസന്ധന്റെ മക്കൾ. അപ്പൊ അതിന്റെ രീതിയിലുള്ള ശത്രുതയും. പിന്നെ അത് മാത്രവുമല്ല, ജന്മനാ തന്നെ ശിശുപാലൻ ഭഗവാനോട് വിരോധമുള്ള ആളാണ്. ആ ശിശുപാലനെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് കൃഷ്ണൻ. കാരണം ശിശുപാലൻ ജനിച്ചപ്പോ ഒരു വികൃതാവസ്ഥയിലായിരുന്നു, അത് മാറിയത് ഭഗവാന്റെ മടിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ നിലയിലെ സുഹൃത്തായ ശിശുപാലനെ വധിക്കാനായിട്ടുള്ള ആളും കൃഷ്ണനാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് വളരെയധികം എതിർപ്പ് രുക്മിക്ക് ഭഗവാൻ കൃഷ്ണനോട് ഉള്ളത്. ഇനി അതുമാത്രം അല്ല, ശിശുപാലന് വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്ത വാക്കിൽ നിന്ന് രുക്മിണി മാറാനും സാധ്യതയില്ല. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് രുക്മിണിക്ക് ഇത് തുറന്നു പറയാനൊരു മടിയുണ്ട്. കാരണം അച്ഛനോടോ അമ്മയോടെങ്കിലും പറയാമെന്ന് വെച്ചാൽ, ഭീഷ്മക രാജാവിനോട് പറയാമെന്ന് വെച്ചാൽ അത് സാധ്യമല്ല. കാരണം നമ്മൾ നോക്കുന്ന സമയം നമുക്ക് കാണാവുന്ന ഒരു ചിത്രമുണ്ട്. ഈ മക്കള് വളർന്നു വരുമ്പോൾ അവർ നല്ല സ്വഭാവത്തിലുള്ളവരല്ലെങ്കിൽ മക്കളെ ആദ്യം ഭയക്കേണ്ടി വരുന്നത് ആരാ? മാതാപിതാക്കൾ തന്നെയാണ്. അപ്പൊ മാതാപിതാക്കളായ ഭീഷ്മകന് ഒക്കെ തന്നെ ഒരു ഭയമുണ്ട് രുക്മിണിയോട് എതിർക്കാൻ. അപ്പൊ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ തന്റെ മനോരഥം തുറന്നു പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് കൃത്യമായി രുക്മിണിക്ക് ഉത്തമ ബോധ്യം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കൃഷ്ണന്റെ സമുദ്രത്തിലെത്തുവാൻ താൻ തന്നെ മുൻകൈയെടുത്ത് അതിനാവശ്യമായ തന്ത്രം മെനയേണ്ടതാണ് എന്ന ബോധ്യത്തില് അവിടെ രുക്മിണി മാതാപിതാക്കളോട് പറഞ്ഞു. ആ കാലഘട്ടത്തിലെ വിവാഹ ചടങ്ങുകളിൽ പ്രത്യേകിച്ചും രാജകുടുംബങ്ങളിൽ നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട സമ്പ്രദായം ഉണ്ടായിരുന്നു സ്വയംവരം. വിവാഹം എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുണ്ട്. വൈദികമുണ്ട്, സ്വയംവരമുണ്ട്, ഗാന്ധർവമുണ്ട്, രാക്ഷസികം, ഇങ്ങനെ പലതരത്തിലുണ്ട്. അപ്പൊ സ്വയംവരം അനുസരിച്ച് വിവാഹം നടത്തിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം. മാതാപിതാക്കൾ അതിന് അംഗീകാരവും കൊടുക്കും. രുക്മിക്കാരുടെ ഇതിനകത്ത് എതിർപ്പൊന്നും വന്നില്ല. കാരണം ഈ സ്വയംവരമാണെങ്കിലും ശിശുപാലൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണെന്ന് പറഞ്ഞു വന്നാൽ പിന്നെ രുക്മിണി ആരും വിവാഹം കഴിക്കാൻ വേറെ ആരും വരില്ല. കാരണം ശിശുപാലനെ എല്ലാവർക്കും അത്ര പേടിയുക. അതുകൊണ്ട് തന്നെ തീർച്ചയായും തന്റെ വാക്ക് തെറ്റുകയുമില്ല, സഹോദരിയുടെ ആഗ്രഹം നടക്കുകയും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സ്വയംവരത്തിന്റെ ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചു. ആ സ്വയംവര ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചപ്പോൾ നാട് ഒട്ടുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ രാജ്യത്തേക്കും ഈ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി, സ്വയംവരത്തിന് രാജകുമാരന്മാരെ ക്ഷണിക്കാൻ വേണ്ടി ആളിനെ. ഇവിടെ രുക്മിണി ഒരു തന്ത്രം പ്രയോഗിച്ചു സഹോദരൻ. അവിടെ ഈ വിളിക്കാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കലും വിളിക്കൽ ജോലിയെല്ലാം അങ്ങോട്ട് ഏറ്റെടുത്തു. അതിനുശേഷം അവിടെ മധുരയിലേക്ക് മാത്രം ആളിനെ വിട്ടു. ഒരു കാരണവശാലും ശ്രീകൃഷ്ണനെയോ ബലരാമനെയോ അവരുമായി ബന്ധപ്പെടുന്ന ഒരാളെ പോലും ഇവിടേക്ക് വിളിക്കണ്ട എന്ന് തീരുമാനിച്ചു. അപ്പൊ പിന്നെ വിളിക്കാതിരിക്കുന്നിടത്തേക്ക് ആൾക്കാരും ഒരു കാരണവശാലും ആരും വരില്ല, കൃഷ്ണൻ വരില്ല. അപ്പൊ ഒഴിവാക്കാനുള്ള തന്ത്രവും ആദിവേദന രുക്മിണി ചെയ്തു വെച്ചു. അങ്ങനെ കൃഷ്ണനെയോ ബലരാമനെയോ അവരുമായി ബന്ധപ്പെട്ട ആരെയും വിളിക്കാതെ സ്വയംവരത്തിന്റെ തീയതിയൊക്കെ എടുത്തു. സ്വയംവരത്തിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കി. സ്വയംവരത്തിന് 2 നാളുള്ളപ്പോഴാണ് തന്റെ തോഴിമാർ പറഞ്ഞ് രുക്മിണിക്ക് വിവരം പറയുന്നത്, താൻ ആഗ്രഹിച്ചതുപോലെ ഈ സ്വയംവരത്തിന് ആര് വരില്ല? ശ്രീകൃഷ്ണൻ വരില്ല. എന്താ കാരണം? വിളിച്ചിട്ടില്ല. അപ്പൊ ക്ഷണിക്കാത്തൊരു സ്ഥലത്തേക്ക് എന്തായാലും വരാനും സാധ്യതയില്ല. അപ്പൊ തന്റെ ആഗ്രഹം നടക്കില്ല എന്നൊരു അവസ്ഥ. എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പോഴാണ് അതീവ വിവേകിയായ പണ്ഡിതനായ ഒരു വൃദ്ധനെ, ഒരു ദൂതനെ കണ്ടത്. അദ്ദേഹത്തിനോട് രുക്മിണി തന്റെ മനോരഥം ഉറപ്പിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് വളരെ വേഗത്തില് മധുരയിൽ പോയി കൃഷ്ണനെ കാണണം.
കൃഷ്ണനെ കണ്ടിട്ട് എന്റെ മനോരഥം കൃഷ്ണനോട് അറിയിക്കണം. ഇവിടെ രുക്മിണിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇന്ന് വരെയും കൃഷ്ണനെ താൻ ഇഷ്ടപ്പെടുന്ന വിവരം കൃഷ്ണനെ അങ്ങോട്ടും അറിയിച്ചിട്ടില്ല. കൃഷ്ണന് ഇങ്ങനെ ഒരു കാര്യം തന്നെ കുറിച്ച് അറിയാമെന്ന് പോലും അറിയില്ല. പക്ഷേ എന്തായാലും തന്റെ ആഗ്രഹം ആരെ അറിയിക്കണം? കൃഷ്ണനെ അറിയിക്കണം. അങ്ങ് അതുകൊണ്ട് വിശ്രമിക്കാതെ തന്നെ വളരെ വേഗത്തിലേക്ക് അവിടേക്ക് പോകണം. അങ്ങ് അവിടേക്ക് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയണം. പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപക്ഷേ കൃഷ്ണൻ എന്നെ സ്വീകരിക്കാൻ വന്നില്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു കാര്യം കൂടി ഉണർത്തിക്കണം. എന്താ പറയേണ്ടത്? ഇനി കൃഷ്ണനെ അല്ലാതെ എത്ര ലക്ഷം ജന്മം ജനിക്കേണ്ടി വന്നാലും മറ്റൊരാളെ ഞാൻ സ്വീകരിക്കുകയില്ല. കൃഷ്ണനെ സ്വീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിക്കുന്നതാണ്. വളരെ ദൃഢമായ തീരുമാനമാണ് രുക്മിണി ഈ ദൂതൻ വഴി നേരെ ഭഗവാനെ ധരിപ്പിച്ചത്. അങ്ങനെ ഈ ദൂതൻ വളരെ വേഗത്തിൽ കൃഷ്ണനടുത്തേക്ക് പോയി. വിശ്രമിക്കാൻ ഒട്ടും സമയമില്ല, കാരണം 2 നാളുകൾ കൂടിയേ ഉള്ളൂ. ദൂതനും ഈ കാര്യം അറിയാം. വളരെ വേഗത്തിൽ ചെന്നു കൃഷ്ണനെ കണ്ടു. കൃഷ്ണനെ കണ്ടിട്ട് കൃഷ്ണനോട് പറഞ്ഞു, അല്ലയോ കൃഷ്ണ, ഞാൻ ഇങ്ങനെ വിദർഭയിൽ നിന്ന് വരികയാണ്. അവിടെ രുക്മിണി എന്ന് പറയുന്ന വിദർഭയിലെ ഭീഷ്മക രാജാവിന്റെ മകൾക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സ്വയംവരം. കൃഷ്ണൻ പറഞ്ഞു, തീർച്ചയായും നല്ലതല്ലേ? കാരണം ഒരു പെൺകുട്ടി വളർന്ന് വിവാഹപ്രായത്തിലെത്തിയാൽ അവരുടെ വിവാഹം ഉചിതമായ നിലയിൽ നടത്തുക എന്നത് മാതാപിതാക്കളുടെ കർത്തവ്യവുമാണ്. ഇവിടെ ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിച്ചാൽ സ്വയംവരം എന്ന ചടങ്ങില് ആ പെൺകുട്ടിക്ക് തന്നെ അർഹനായ വരനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൂടെ കൊടുക്കുകയാണ്. അവിടെ കുറച്ചുകൂടി സ്വാതന്ത്ര്യം നമ്മൾ മനസ്സിലാക്കുക. എത്ര കണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൽപ്പിച്ചിരുന്ന നാടാണ് ഭാരതം. എത്ര കണ്ട് മഹനീയമായ സ്ഥാനം കൽപ്പിച്ചിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാതാണ് പലരും ഭാരതത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്നത്. ഇപ്പോഴും മൂടുപടം മാറ്റി പുറം ലോകത്തേക്ക് ഇറങ്ങാൻ സ്വാതന്ത്ര്യമില്ലാത്ത നിരവധി ജീവിത രീതികളെ പിന്തുടരുന്ന മതവിശ്വാസികൾ പലതരത്തിലുണ്ട്. അവരെ ആരെയുമല്ല വിമർശിക്കുന്നത്. എല്ലാവർക്കും വിമർശിക്കുവാനും എല്ലാവർക്കും അവഹേളിക്കാനും ഏറ്റവും എളുപ്പത്തിലേക്കാണ് വളരെ സഹിഷ്ണുതയുള്ള വളരെ വിശാലമായ ഭാവത്തില് സനാതന ധർമ്മത്തെ അപമാനിക്കുന്നതിന് പലരും തിരക്ക് കൂട്ടാറുണ്ട്. അവരൊക്കെ പലർക്കും പ്രസംഗിക്കുന്നതൊക്കെ ഇതാണ്, സ്ത്രീക്ക് സ്വാതന്ത്ര്യം. ഇവിടെയാണ് ഭാഗവതത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ വളരെ കൃത്യമായ സ്വാതന്ത്ര്യം. തന്റെ ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ ജീവിതകാലം മുഴുവൻ ഒപ്പത്തിനൊപ്പം ജീവിക്കേണ്ട ഭർത്താവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അത് സ്ത്രീക്ക് കൊടുക്കുകയാണ്. അവിടെ മറ്റൊരു തടസ്സമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വിവാഹ ജീവിതത്തിലേക്ക് ഈ കാലാന്തരത്തിൽ വന്നു ചേർന്ന ആവശ്യം അത് അധികമായാൽ അനാവശ്യമാകുന്നത് പോലെ കടന്നു വന്നിട്ടുള്ള വിപത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ ആവശ്യം അനാവശ്യമായി മാറുന്നത്? വിവാഹത്തിന് അല്പം ജാതകവും ജ്യോതിഷമൊക്കെ വേണം, നോക്കാറുണ്ട്, സമയം നോക്കാറുണ്ട്, ജാതകമൊക്കെ നോക്കാറുണ്ട്. ഇപ്പോ ഇത് നോക്കി നോക്കി എന്താ പറഞ്ഞ ഇതിപ്പോ ഒരു അനാവശ്യ നോട്ടമായി മാറിക്കഴിഞ്ഞു. ഈ നോട്ടം ഇപ്പോ ഒരു ഭീകരാവസ്ഥയിലാണ്. അവിടെ പിന്നെ പൊരുത്തം, അത് കഴിഞ്ഞാൽ പിന്നെ പൊരുത്തക്കേട്, അല്ലേ, പലതരത്തിലുള്ള ചേർച്ചക്കുറവ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള അർഹതയുണ്ടോ എന്നുള്ളതല്ല ഇപ്പൊ നോക്കുന്നത്. യഥാർത്ഥത്തിൽ നോക്കേണ്ടത് എന്താ? നമ്മൾ ചിന്തിച്ചു നോക്കാം. രുക്മിണി സ്വയംവരത്തില് ഏത് പൊരുത്തം നോക്കിയിട്ടാണ് രുക്മിണിയെ ഭഗവാൻ സ്വീകരിക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, മനപ്പൊരുത്തം ഉത്തമമെങ്കിൽ മറ്റൊരു പൊരുത്തവും വേണ്ട. വളരെ ഉന്നതമായ ചിന്തയാണ് നമ്മുടേത്. ശാസ്ത്രമുണ്ട്, യുക്തിയുണ്ട്, ഭദ്രതയുണ്ട്, എല്ലാം ചേർന്നിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ പഠിപ്പിച്ചത്. മനപ്പൊരുത്തം ഉത്തമമല്ലെങ്കിൽ പിന്നെ വല്ല പൊരുത്തം, ജ്യോതിഷൻ പൊരുത്തം 10 എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ തന്നെ ചോദിക്കത്തില്ലേ, 10 പൊരുത്തം നോക്കിയാൽ എന്നിട്ടും അവരെ വിവാഹം വേർപെടുത്തേണ്ടി വന്നത് എന്താ കാരണം? മനപ്പൊരുത്തം ഉത്തമമാകണം. ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കൾ എന്താ? ഏറ്റവും വലിയ സമ്പത്ത് മനപ്പൊരുത്തമാണ്. അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ധനമോ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നുമല്ല, മനപ്പൊരുത്തമാണ്. ഏത് പട്ടിണിയിലാണെങ്കിലും, ഏത് പരിവട്ടത്തിലാണെങ്കിലും, ഏത് സമ്പന്നതയിലാണെങ്കിലും, ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് സുഖത്തിലാണെങ്കിലും, ഏത് ദുഃഖത്തിലാണെങ്കിലും കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? പരസ്പരമുള്ള മനപ്പൊരുത്തം അനിവാര്യമാണ്. ആ മനപ്പൊരുത്തത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് വേണം വിവാഹാദി കാര്യങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാൻ. ഇവിടെ സാക്ഷാൽ മഹാദേവന്റെ വിവാഹം നടക്കുമ്പോൾ പാർവതി ദേവിക്ക്
ആദിപരാശക്തിയെ ജഗദമ്പയായിട്ട് ഒരു പാർവതി ദേവിക്ക് ഉത്തമരായ സ്ത്രീകളെ കൊണ്ടുവന്ന് ഉപദേശം കൊടുത്തു എന്ന് പറഞ്ഞത് എങ്ങനെയാ ഉപദേശം കൊടുത്തത്? ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ജീവിക്കാൻ ചെല്ലുമ്പോൾ എന്തൊക്കെ ആചാര മര്യാദകൾ പാലിക്കണം, ഏതൊക്കെ തരത്തിലുള്ള ഭാവത്തിലേക്കായിരിക്കണം. സ്വന്തം വീട്ടിലുള്ള അത്രയും സ്വാതന്ത്ര്യം ചിലപ്പോൾ ചെല്ലുന്നിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ സ്വന്തം വീട്ടിലുള്ളിടത്തോളം അത്രയധികം സ്നേഹം ചിലപ്പോൾ തിരിച്ചില്ല. പക്ഷേ ഇതൊക്കെ ആർജിച്ചെടുക്കാൻ എങ്ങനെയാണ് ക്ഷമയോടെ, സഹനഭാവത്തോടെ, സ്നേഹത്തോടെ വർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താ? ഇന്ന് കല്യാണം കഴിച്ചയക്കുമ്പോഴേ അവിടുത്തെ വീട് തകർക്കാനുള്ളത് കൂടി പറഞ്ഞു കൊടുത്ത് അങ്ങോട്ടേക്ക് വിടുന്നത്. പോകുമ്പോൾ തന്നെ താക്കോലിന് ഒരു പിടുത്തം വേണം, കിട്ടുന്ന ശമ്പളം കൃത്യമാണോ നോക്കണം, നാത്തൂമാരും അങ്ങോട്ട് പോകുന്ന സമയത്ത് അവര് എന്തെങ്കിലും എടുത്തോട്ട് പോകുന്നത് നോക്കണം. ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? എന്റെ മോളുടെ ജീവിതം ഭദ്രമാവാൻ വേണ്ടിയാണ്. ഇത് പറഞ്ഞു കൊടുക്കുന്ന 18, 15, 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എടുത്താം അല്ലെങ്കിൽ ആൺകുട്ടിയെ എടുത്താം. ഈ പ്രായത്തിന്റെ പക്വത എന്താ? അവരവിടേക്ക് ചെന്ന് അവര് സ്വന്തം ജീവിതം ഭദ്രമാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിന് ചിലപ്പോൾ പിളർത്തിക്കൊണ്ടുവരെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പൊ സ്വയമേവ ജീവിതത്തെ മനസ്സിലാക്കുവാൻ പര്യാപ്തമായ വിദ്യാഭ്യാസം കൂടി ചേർന്നതാവണം വിവാഹം. അപ്പൊ ഇവിടെ ശാസ്ത്രസംബന്ധം ഇവിടെ ജാതകം വേണ്ട എന്നല്ല പറഞ്ഞത്. ആകാം, അതിനോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും എല്ലാം പൊരുത്തം നോക്കുക. കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വന്ന് നോക്കുന്ന ചെറുക്കൻ തനി തോന്നിവാസിയാണ്, കുഴപ്പക്കാരനാണ്, മദ്യപാനിയാണ്, നമ്മൾ ആരെങ്കിലും പൊരുത്തമില്ലാന്ന് പറഞ്ഞ് മോളെ വിവാഹം കഴിച്ചു കൊടുക്കും. ജീവിക്കാൻ ആവശ്യമായ യോഗ്യത നമ്മൾ നോക്കണം. സീതാദേവി ശ്രീരാമന് വിവാഹം കഴിച്ച എങ്ങനെയാണ്? അവിടെ അസ്ത്ര പരീക്ഷയിലൂടെയാണ്. അർജുനൻ പാഞ്ചാലി വിവാഹം കഴിച്ച എങ്ങനെയാണ്? ശാസ്ത്ര പരീക്ഷയിലൂടെയാണ്. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ സമ്പ്രദായമുണ്ട്. പരസ്പരം ഇഷ്ടപ്പെട്ട് ഗാന്ധ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ എന്തായാലും ശരി, ഭഗവാന്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ഉണർത്തിച്ചു. ഈ ഉണർത്തിച്ച സമയത്ത് ഇവിടെ ഈ ദൂതൻ എന്ന് പറയുന്നത് എങ്ങനെയായി? പണ്ഡിതൻ എന്ന്, അതുകൊണ്ടാണ് അറിവുള്ളവനെ അയച്ചത്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു ദൂതനല്ല, ഭഗവാനോട് ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ ഭഗവാനെ കൊണ്ട് സമ്മതം വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് അത്രയും അറിവുള്ള ഒരു പണ്ഡിതനെയാണ് അവിടെ അയച്ചത് രുക്മിണി. വെറുതെ ഒരാളിനെയല്ല, ഒരു പോസ്റ്റ്മാൻ, ഒരു മെസ്സഞ്ചറല്ല അയച്ചത്. ആ ദൂതൻ ചെന്ന് എന്താ പറഞ്ഞത്? കൃഷ്ണനോട് കാര്യങ്ങൾ പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഇന്നുവരെ ഈ രുക്മിണിയെ കണ്ടിട്ടില്ലല്ലോ, ഇന്നുവരെ നേരിൽ കാണാത്ത ഒരാളെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കുന്നത്? അടുത്ത ദിവസം വന്ന് വിവാഹം കഴിക്കണം, പക്ഷെ നേരിൽ കണ്ടിട്ടില്ല. ആ സമയത്ത് ഈ ദൂതൻ വളരെ ഗംഭീരമായ ഒരു വിവരണം കൊടുക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിവരണം. ആ ദൂതൻ പറയുന്നു, അതീവ വിദ്യാസമ്പന്നയാണ്, സർവഗുണശാലിയാണ്, പിന്നെയോ സർവാംഗ സുന്ദരിയാണ്. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഈ സംബോധന. ഒന്ന്, സർവവിദ്യാസമ്പന്നയാണ്. ആദ്യം ഉണ്ടാകേണ്ട ഗുണം അത് വിദ്യയാണ്, അറിവാണ്. അറിവുണ്ടെങ്കിൽ മറ്റേത് കുറവുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ പറ്റും. അപ്പൊ സർവവിദ്യാസമ്പന്നയാണ്. വിദ്യാസമ്പത്ത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കണക്ക് ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കും, PhD എടുത്തിട്ടുണ്ട്, PG എടുത്തിട്ടുണ്ട്, ഇതൊന്നുമല്ല. സ്വഭാവത്തിൽ ആർജിക്കുന്ന സാംസ്കാരികമായ വിദ്യാഭ്യാസമാണ് പ്രധാനം. നല്ല വിദ്യാസമ്പന്നയാണ്, പിന്നെയോ നല്ല ഗുണശാലിയാണ്, എല്ലാ ഗുണങ്ങളും ഒത്തു ഇണങ്ങിയിട്ടുള്ള പെൺകുട്ടിയാണ്. അത് കഴിഞ്ഞ് മൂന്നാമതാ പറയുന്നത് സർവാംഗ സുന്ദരിയാണ്. നമ്മളെയൊക്കെ നാട്ടിൽ ഇന്നൊരു പെണ്ണ് കാണാൻ ചടങ്ങിന് പോയാൽ തിരിച്ചു വരുമ്പോൾ ചെറുക്കനോട് ചോദിച്ച പെണ്ണെങ്ങനെയായിട്ടാണ്? ആ കൊള്ളാം, നല്ല സുന്ദരിയാണെന്ന് പറയും. മനസ്സിലല്ലേ? പെണ്ണിനോട് ചോദിക്കാതെ വന്ന ചെറുക്കനെങ്ങനെയുണ്ട്? ആ ഗംഭീരമായിട്ടുണ്ട്, പിന്നെ സിനിമയുടെ കാണുന്നുണ്ടെന്ന് പറയും. മനസ്സിലായില്ലേ? അവിടെ പുറമേയുള്ള സൗന്ദര്യത്തെയാണ് നമ്മളിത് നോക്കുന്നത്. അതാണ് നമുക്ക് പറ്റുന്ന അപകടം. കാര്യം പുറമേയുള്ള സൗന്ദര്യം മനസ്സിലായില്ലേ? അകത്തെന്താണെന്ന് അറിയാതെ പുറത്ത് മൂടി വെക്കുന്ന സൗന്ദര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള സൗന്ദര്യം കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? അകം തിരിച്ചറിയണം. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് സ്വഭാവമാണ്. മനസ്സിലായില്ലേ? രണ്ടാമത് ആ സമ്പത്തായിട്ട് രണ്ടാമതുള്ളതെന്ന് പറഞ്ഞാൽ ഗുണങ്ങളാണ്. മൂന്നാമത് മാത്രമുള്ള സൗന്ദര്യം. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ പറയുമായിരുന്നു, അഴകുള്ള ചക്കയിൽ ചുളയുണ്ടാവില്ല. നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഒരുപാട് സമയം നിന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ മുത്തശ്ശിമാർ പറയും, അഴകുള്ള ചക്കയിൽ മോളെ വലിയ ചുളയൊന്നും ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം എന്താ? ചക്ക പറിച്ചുകൊണ്ടിട്ടപ്പോ അതിനകത്ത് ചുള കിട്ടാത്തതിന്റെ ദുഃഖമാണോ? അല്ല. പുറമേയുള്ള സൗന്ദര്യം കണ്ടിട്ട് വലിയ കാര്യമില്ല, അകത്ത് ഗുണമുള്ളതുണ്ടാവണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ അകമേ ഗുണമുണ്ടാകുന്നത് ഉണ്ടായിരിക്കണമെന്ന ബോധ്യമുണ്ടാവണം. അവിടെ കൃഷ്ണൻ പറഞ്ഞു, യെസ്, ഞാൻ റെഡി. കാരണം എല്ലാ തരത്തിലും ഉത്തമയാണ് രുക്മിണി എന്ന് കൃഷ്ണന് ബോധ്യപ്പെട്ടു. കൃഷ്ണൻ ചോദിച്ചു, ഇനി എങ്ങനെയാ?
അതിന് രുക്മിണി കൃത്യമായിട്ട് ഉപാധി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിവാഹത്തിന്റെ തലേ ദിവസം, സ്വയംവരത്തിന്റെ തലേ ദിവസം കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോകും. ഭരദേവതയെ തൊഴിൽ തിരിച്ചു വരുമ്പോ അങ്ങൊന്ന് പാഞ്ഞു വന്നാൽ നിർത്തേണ്ട പോലും ആവശ്യമില്ല, ഞാൻ അപ്പോഴേ അങ്ങയുടെ കൂടെ കയറിക്കോളാം. മനസ്സിലായില്ലേ? തന്ത്രമൊക്കെ കൃത്യമാണ്. ഭഗവാൻ സമ്മതിച്ചു. ദൂതൻ തിരികെ വന്ന് രുക്മിണിയോട് കാര്യം പ്രവർത്തിച്ചു. അങ്ങനെ അതിന് പ്രകാരം ഭഗവാൻ നേരെ വിദർഭയിലേക്ക് എത്തി. ഭഗവാൻ വിദർഭയിലേക്ക് എത്തുന്ന സമയത്ത് ഭീഷ്മക രാജാവ് അദ്ദേഹത്തെ കൃഷ്ണനെ സ്വീകരിച്ചു. കൃഷ്ണൻ വിളിച്ചില്ലെന്ന് അദ്ദേഹത്തിന് അറിയില്ല. മകനാണ്, ഏർപ്പാട് നിൽക്കും. പക്ഷെ സ്വീകരിച്ചു. താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. അപ്പൊ ഇവിടെ ദൂതൻ വന്ന് രുക്മിണിയോട് പറഞ്ഞു, വിഷമിക്കേണ്ട, കൃഷ്ണൻ എത്തിക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ രുക്മിണി ആകട്ടെ ഇതെല്ലാം പറഞ്ഞു. കൃഷ്ണനോട് ദേഷ്യമുണ്ടെങ്കിലും പുറമേ ഭാവിച്ചില്ല. എന്താ കാരണം? ഇവിടെ കൃഷ്ണനെ ഒന്ന് അപമാനിച്ച് വിവാഹ സ്ഥലത്ത് നിന്ന് ഇറക്കി വിടണമെന്ന് രുക്മിണി ആഗ്രഹിച്ചു. പരസ്യമായ ഒരു വേദിയിൽ ഒരാളെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ വധിക്കുന്നതിന് തുല്യമാണ്. കൃഷ്ണൻ ഈ സ്വയംവരത്തിന് വന്ന് പന്തലിൽ, സ്വയംവരം എന്ന് പറയുമ്പോൾ വലിയ പന്തലാണ്, ആയിരക്കണക്കിന് ആൾക്കാർ കാണാൻ, മഹാരാജാക്കന്മാരൊക്കെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യോഗ്യന്മാരൊക്കെ ഒതുങ്ങിയിരിക്കും. അവരെയൊക്കെ മുന്നിലൂടെയാണ് വധു മാലയുമായിട്ട് പോകുന്നത്. ഓരോ രാജാവിനെ കുറിച്ചും വർണ്ണിക്കും. ഇങ്ങനെ ഒരു വേദിയിൽ കൃഷ്ണൻ എന്തായാലും വന്നതുകൊണ്ട് വന്നിരിക്കുമല്ലോ. ഇരിക്കുന്ന സമയത്ത് കൃഷ്ണനോട് ഞാൻ ചോദിക്കണം, നിന്നെ ആര് വിളിച്ചു? നീ എന്തിനിവിടെ വന്നു? നാണമില്ലേ നിനക്ക് ഇങ്ങനെ വലിയ കയറി നടക്കാനെ കുറിച്ച് ആക്ഷേപിച്ചിറക്കിവിടണം. ഇതിനാണ് രുക്മിണി കാത്തിരുന്നത്. അപ്രകാരമൊക്കെ കാത്തു തയ്യാറായിട്ട് കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. കൃഷ്ണനെ അപമാനിച്ചു വിടാൻ വേണ്ടിയിട്ട് തനിക്കൊരു സന്തോഷം കിട്ടുമല്ലോ, കൃഷ്ണനോടുള്ള ദേഷ്യം മുഴുവൻ അത് തീർക്കാനൊരു അവസരവും കിട്ടുമല്ലോ. ഇതായിരുന്നു രുക്മിണിയുടെ ചിന്ത. പക്ഷേ തലേ ദിവസം രുക്മിണി പരദേവതാ ക്ഷേത്രത്തിൽ പോയി തൊഴിൽ തിരിച്ചു മടങ്ങുമ്പോൾ കൃഷ്ണൻ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ രഥത്തിൽ വളരെ വേഗത്തിൽ പാഞ്ഞു വരികയും ആ രഥത്തിൽ നിന്നുകൊണ്ട് തന്നെ തന്റെ കൈ ഒന്ന് പുറത്തേക്ക് നീട്ടിക്കൊടുത്തു. ആ രഥം നിർത്തേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. വളരെ വേഗത്തിൽ രുക്മിണി എന്ത് ചെയ്തു? ഒരു ഞൊടിയുടെക്കുള്ളിൽ രുക്മിണി നേരെ ആ രഥത്തിനുള്ളിലേക്ക് ചാടി കയറി ഭഗവാന്റെ കരം ഗ്രഹിച്ച് ഭഗവാന്റെ മാറിടത്തിലേക്ക് ചേർന്നു കഴിഞ്ഞു. ഭഗവാൻ അവിടെ നിന്ന് രുക്മിണിയെ കൊണ്ട് പോകുന്ന സമയത്ത് വളരെ വേഗത്തിൽ ദൂതന്മാർ ഓടിച്ചെന്ന് രുക്മിണിയോട് പറഞ്ഞു, ദേ അതാ കൃഷ്ണൻ രുക്മിണിയെ കൊണ്ട് പോകുന്നു. ശിശുപാലൻ ദേഷ്യമായി. കാരണം ശിശുപാലൻ ഈ സ്വയംവരത്തിന് വന്നിട്ടുണ്ട്. ശിശുപാലൻ സ്വയംവരത്തിന് വന്നപ്പോഴെന്താ പണ്ട് രുക്മിണിയായിട്ട് വാക്കുറപ്പിച്ചിട്ടുണ്ടോ സഹോദരിയെ കൊടുക്കാന്ന്. അതുകൊണ്ട് നാട്ടിൽ മുഴുവൻ പറഞ്ഞു, എന്റെ വിവാഹമാണ്, ഞാൻ രുക്മിണിയെ കൊണ്ടുവരും. ഇന്ന ഭാഗം വരെ നൃത്തം ഉണ്ടാവണം, ഇന്ന ഭാഗം വരെ ചെണ്ടമേളം ഉണ്ടാവണം, ഇന്ന ഭാഗത്ത് താലമേന്തണം, മണിയറ പ്രത്യേകമായിട്ട് പുതിയതൊക്കെ പണിയിച്ചിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ടാണ് ആര് വന്നിട്ടുള്ളത്? ശിശുപാലൻ. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ എല്ലാം തയ്യാറെടുത്ത് വന്ന ശിശുപാലൻ അന്താണിച്ച് നിൽക്കുമ്പോൾ കൃഷ്ണൻ ഇതാ പെണ്ണിനെ കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പോഴേ ശിശുപാലൻ ദേഷ്യം തന്റെ സുഹൃത്തായ രുക്മിണിയോടായി, നീ അല്ലേ പറഞ്ഞത് നിന്റെ സഹോദരി എനിക്ക് വിവാഹം ചെയ്തിരുന്നു, എന്നിട്ട് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, അതാ നിന്റെ സഹോദരിയെ കൃഷ്ണൻ കൊണ്ടുപോയിരുന്നു. കേൾക്കട്ട മാത്രം രുക്മിണി ആയുധവുമായി ചാടിയിറങ്ങി കൃഷ്ണനെ പിന്തുടർന്നു. സൈന്യങ്ങളോടൊപ്പം കൃഷ്ണനുമായി തടഞ്ഞു നിർത്തി കൃഷ്ണനുമായി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ബലരാമസ്വാമി വന്നു ചേർന്നു. ആ ബലരാമനും ചേർന്ന് ആ രുക്മിണിയുടെ സൈന്യത്തേക്ക് ഓർത്തിച്ചു. രുക്മിണിയെ പിടികൂടി അവസാനം വധിക്കാൻ വേണ്ടി നിർത്തുന്ന സമയത്ത് രുക്മിണി കൈകൾ കൂപ്പി തന്റെ സഹോദരനാണ്, ആ സഹോദരനെ ഒന്നും ചെയ്യരുത് എന്ന ഭാവത്തിൽ നിന്ന് കൈകൂപ്പി. ഈ സമയം നോക്കി ബലരാമൻ ഇടപെട്ടു. ബലരാമൻ പറഞ്ഞു, കൃഷ്ണ അരുത്, അവൻ നമ്മുടെ ബന്ധുവാണ് ഈ നിമിഷം മുതൽ, അതുകൊണ്ട് അവനെ വധിക്കാൻ പാടില്ല. നല്ലൊരു ശുഭ നിമിഷമാണ് വധിക്കാൻ. ഇവിടെ രണ്ട് തലമുണ്ട്. ഒന്ന് രുക്മിണിയുടെ സഹോദരൻ എന്നുള്ളതും, രണ്ട് ഈ രുക്മി ബലരാമന്റെ ഒരു ശിഷ്യനും കൂടാണ്. അപ്പൊ ശിഷ്യനെ രക്ഷിക്കുകയും വേണം, അനുജനെ സംരക്ഷിക്കുകയും വേണം. രണ്ട് കാര്യവും നടത്താൻ രുക്മിണിയുടെ അപേക്ഷ ബലരാമന്റെ അവസരമായി എടുക്കുകയും ചെയ്തു. അപ്രകാരം രുക്മിണിയെ മോചിപ്പിക്കാൻ നേരത്തെ ഭഗവാൻ ചെയ്തു. തന്നെ വധിക്കുന്നതിന് തുല്യമായി അപമാനിക്കാനാണല്ലോ രുക്മി മനസ്സാൽ വിചാരിച്ചത്. അതുപോലെ തന്നെ ആ രുക്മിയെ ഒന്ന് വികൃതാവസ്ഥയിലേക്കാക്കി ആ മുടിയും പകുതി മീശയും ചെയ്ത് പുറത്തേക്ക് വിട്ടു. കാരണം ആ അപമാനത്തിൽ രുക്മിയെ വധിച്ചോന്ന് ചോദിച്ചാൽ വധിച്ചില്ല, പക്ഷേ അപമാനിതനാക്കി പുറത്തേക്ക് വിട്ടു. അവിടെ നിന്ന് ഭഗവാൻ നേരെ രുക്മിണിയെ കൂട്ടിക്കൊണ്ടു അവിടെ ദ്വാരകാപുരിയിലേക്ക് എത്തി. ആ ദ്വാരകാപുരിയിൽ സമംഗളപൂർവ്വം ഭഗവാന്റെ വിവാഹം നടന്നു. ഇതാണ് രുക്മിണി സ്വയംവരത്തിന്റെ കഥാതത്വം എങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ രുക്മിണി എങ്ങനെയാ ഭഗവാനെ കുറിച്ച് ആദ്യമേ മനസ്സിലാക്കിയത്? കേട്ടിട്ടാണ് അല്ലേ? ഭഗവാനെ കുറിച്ച് കേട്ടു. ആ കേട്ട ഭഗവാനെ കുറിച്ച് ചോദിച്ച ആരാധനയുണ്ടായി. പിന്നെയോ ആ ആരാധന ഉണ്ടായ സമയത്ത് പിന്നെ എപ്പോ എന്ത് സംസാരിച്ചാലും തോഴിമാരോട് കൃഷ്ണനെ കുറിച്ച് പറയുമായിരുന്നു. പിന്നെ സ്മരണയുണ്ടായി. പിന്നെയോ മനസ്സുകൊണ്ടൊരു വന്ദനം ഉണ്ടായി. മനസ്സുകൊണ്ട് ഒരു പൂജയും ഒരു ആരാധനയും ഒക്കെ ഉണ്ടായി, വന്ദനമുണ്ടായി. അത് കഴിഞ്ഞപ്പോഴോ ദാസ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ആ കൃഷ്ണന്റെ ഭാര്യയായി ദാസ്യഭാവത്തിൽ കൂടെ കഴിയണമെന്ന്
ആഗ്രഹിച്ചു. അതിനെന്ത് വേണം? സഖ്യമുണ്ടാവണം. ആ കൃഷ്ണന്റെ കൂടെ കഴിയാൻ ദാസ്യം ഉണ്ടാവണം, സഖ്യം ഉണ്ടാവണം, വിവാഹം കഴിക്കണം തീരുമാനിച്ചു. അത് കഴിഞ്ഞാൽ തന്നെ സമർപ്പിച്ചു. ഇത് ഭാഗവതത്തിലുടനീളം കാണുന്ന ഭക്തിയുടെ ഒരു പ്രകേഷണയുള്ള അർത്ഥനയുടെ പൂർണ്ണതയാണ്. എന്താ? ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ശ്രവണം കൊണ്ട് ഭഗവത് ഭക്തി ഉയർന്നു വന്ന്, സ്മരണം കൊണ്ട്, കീർത്തനം കൊണ്ട്, അർച്ചനം കൊണ്ട്, വന്ദനം കൊണ്ട്, ദാസ്യം കൊണ്ട്, സഖ്യം കൊണ്ട് ആത്മനിവേദനത്തിലേക്ക് ഒരു ഭക്തൻ, ഒരു ജീവൻ എങ്ങനെയാണ് രൂപപ്പെടേണ്ടത് എന്ന് വളരെ കൃത്യമായി കാട്ടിത്തരുകയാണ് ഇവിടെ രുക്മിണി സ്വയംവരം. അതുകൊണ്ടാണ് രുക്മിണി സ്വയംവരം കേവലം രണ്ട് വ്യക്തികളുടെ വിവാഹമായിട്ടല്ല ഭാഗവതപ്രിയർ മനസ്സിലാക്കേണ്ടത്. ജീവന്റെ പരിണാമമാണ്. ജീവൻ പരമാത്മാവിലേക്ക് പോകുവാൻ അതിന്റെ ആദ്യത്തെ പടി, ഭക്തിയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ശ്രവണമാണ്. ഭഗവാനെ കുറിച്ച് കേൾക്കുക. എപ്പോ വരെ? ഭഗവാനോട് ആരാധന ഉണ്ടാവരെ. കേട്ടുകഴിഞ്ഞാൽ ആരാധനയുടെ വന്ദനം, അർച്ചനം, ദാസ്യം, സഖ്യം, ഇങ്ങനെ ഓരോരോ പടി കടന്ന് 9 പടി കടന്ന് എവിടെ എത്തണം? ഭഗവാനിലേക്ക് മനസ്സിലേക്കണം. ഈ ആത്മാനന്ദനത്തിലേക്ക് നമ്മളെ ഭക്തനെ ഉയർത്തുവാൻ, ഭക്തനെ അതിലൂടെ സഞ്ചരിപ്പിക്കാൻ ജീവ പരമാത്മ ഐക്യത്തിന്റെ തത്വത്തെയാണ് രുക്മിണി സ്വയംവരം. രുക്മിണി ജീവനാണെങ്കിൽ ഭഗവാൻ പരമാത്മാവാണ്. പരമാത്മാവിലെത്താതെ ഒരിക്കലും ജീവന് ശാന്തി ഉണ്ടാവില്ല, ആത്മധാമത്തിലേക്ക് ആനന്ദം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് രുക്മിണി പറഞ്ഞത്, ഇനി എത്ര ലക്ഷം ജന്മം ജനിക്കേണ്ടി വന്നാലും നമ്മൾ മനസ്സിലാക്കുക, പരമാത്മാവിലേക്ക് എത്തുന്നത് വരെയും നമ്മുടെ ജീവൻ ഭഗവാനെ പ്രാപിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ പോലും അനവധി ജന്മങ്ങൾ ഈച്ചയായി, പൂച്ചയായി, പുഴുവായി, കൃമിയായി ഒക്കെ ജനിക്കേണ്ടി വരും. എപ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത്? എപ്പോഴാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത്? ഇനി ഒരു ജന്മരണങ്ങൾ കൂടാതെ, അല്ലെ നമ്മൾ പാടാറില്ലേ, ബഹുജന്മാർജിത കർമ്മശേഷം തിരുമുൽക്കാഴ്ച നിനച്ചിക വെച്ച് ജനിമരണങ്ങൾ കൂടാതെ, ഇനിയൊരു ജനിമരണങ്ങൾ കൂടാതെ ആരെ പ്രാപിക്കണം? ഭഗവാനെ പ്രാപിക്കണം. അപ്പോ പരിപൂർണമായ ആനന്ദം, പരിപൂർണമായ ശാന്തി ലഭിക്കുന്നത് പരമാത്മാവിലേക്ക് ചേരുമ്പോഴാണ്. പരമാത്മ ഐക്യമാണ് രുക്മിണി സ്വയംവരം എന്നുകൂടി നമ്മൾ ചിന്തിച്ചുറപ്പിച്ച് നമ്മുടെ ഭക്തിക്ക് ഉതകുന്ന ഉത്തമ ഉദാഹരണമാക്കി ഭഗവാന്റെ ഈ ലീലയെ കണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഈ വാക്കുകൾ സമർപ്പിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ.